ഹലോ ഗൈസ്, എല്ലാവർക്കും അർച്ചന യൂട്യൂബ് ചാനൽ സാർ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മായിൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മായിൻ്റെ വീട്ടിലുള്ള നിങ്ങൾക്ക് അമ്മായിൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യം കളിക്കുന്നത് അമ്മായിൻ്റെ വീട്ടിലെ ആടുകുട്ടികളാണ്. അത് നമുക്ക് അമ്മായിൻ്റെ ആടുകുട്ടീനെ കാണാം. അപ്പം ഗൈസ് ആർദ്രയും അമ്മായിയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ ഒരു ഇടവഴിയിലൂടെ വേണം കേട്ടോ ഗൈസ് പോകാനായിട്ട്. അപ്പം ഗൈസ് ഇതാണ് അമ്മായിയുടെ ഒന്നാമത്തെ ആട്. ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ. മാങ്ങ ഉണ്ട് ഗൈസ്, മാങ്ങ കണ്ടോ ഗൈസ് ഇവിടെ. അപ്പൊ ഗൈസ് ഇത് ഇവിടുത്തെ കുളമാണ്. അവിടുത്തെ കുളം വെള്ളം വറ്റി കിടക്കാട്ടോ ഗൈസ്. ഗൈസ് കുളത്തിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ വെള്ളമില്ല ഗൈസ്, വേനലാണ്ട് വറ്റിപ്പോയി. വരേണ്ട കുളമാണ്. മഴക്കാലത്ത് വെള്ളം ഇഷ്ടം പോലെ ആകും. പന്നികൾ രാവിലെ ആകുമ്പോൾ കാട്ടുകോഴി വരും ഈ വെള്ളം കുടിക്കാൻ. ഇതിലുള്ള തുള്ളി വെള്ളമുണ്ട് അടിയിലതോ കാണുന്നുണ്ട്, കുഞ്ഞു വെള്ളം. ആ വെള്ളത്തിൽ പിന്നെ എന്നെ കാണുമോ, കാണരുത്, ഓഫാക്കി. ആ വെള്ളമല്ലേ, ആ വെള്ളം കുടിക്കാൻ കുഞ്ഞിരി വെള്ളമേ ഉള്ളൂ. അത് കുടിക്കാനാണ് രാത്രി രാവിലെ ആകുമ്പോൾ അമ്മ എണീറ്റ് വരുമ്പോൾ ഉണ്ടാവും പിന്നെ കുളക്കോഴി, പിന്നെ കാട്ടുകോഴി. എന്ത് രസമായിരിക്കും എന്നറിയോ കാട്ടുകോഴിനെ കാണാൻ. പിന്നെ രാത്രി ആകുമ്പോൾ മൂങ്ങ വരും. മൂങ്ങ വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ പന്നി വരും വെള്ളം കുടിക്കാൻ. വെള്ളമല്ല എവിടെയും, പുഴയൊക്കെ വറ്റി വരേണ്ടതുകൊണ്ട് എവിടെയും വെള്ളമല്ല. അപ്പോൾ അതിലുള്ള ഇച്ചിരി വെള്ളമുള്ളൂ, അത് കുടിക്കാൻ വേണ്ടിയിട്ട് ജീവികളൊക്കെ വരും. കാട്ടാട്, പന്നി, അങ്ങനെയുള്ള ജീവികളൊക്കെ വരും. കാട്ടുകോഴി, കുളക്കോഴി ഒക്കെ ഉണ്ടാവും. നമ്മൾ അമ്മായിൻ്റെ 3 ആടുംകുട്ടികളെ കാണാൻ പോകട്ടെ കേട്ടോ. കുഞ്ഞ് ആടുംകുട്ടികളുണ്ടെന്ന് പറയാം. അപ്പോൾ ഗൈസ് ആർദ്ര കാണാൻ വേണ്ടി ഓടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നിറച്ച് മുള്ളും കാര്യങ്ങളാട്ടോ ഗൈസ്. ഇതാ ഞങ്ങളെ കണ്ട് ആട് പേടിച്ചോടി. കുഞ്ഞു കുട്ടികൾ എവിടേക്കോ പോയിന്നാ പറഞ്ഞ അമ്മായി. നമുക്ക് പിന്നെ കിട്ടുമ്പോ കേട്ടോ. അപ്പൊ ഗൈസ് സൂര്യകാന്തി പൂ ഉണ്ടല്ലോ, അത് നമ്മുടെ ഇവിടെ ഈ അമ്മായിയുടെ വീടിൻ്റെ സ്ഥലത്ത് ഉണ്ടായിരുന്നതായിരുന്നു. കുറേ ഈ വർഷം ഉണ്ടായില്ല കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ചോളം നട്ടില്ലേ, അതിൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചോളം നട്ടിടത്തിലോട്ടേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പോവാം കേട്ടോ. ഇവിടെ കാടും പൊടലും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല കാറ്റുണ്ട് ഗൈസ്. ഇവിടുന്ന് നമ്മളങ്ങനെ പോകാനായിട്ട് ഭയങ്കര വെയിലൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ ഗൈസ് നല്ല പ്രകൃതി ഹാനികരമായ കാഴ്ച എനിക്ക് പറയാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ടാട്ടോ കേട്ടോ ഗൈസ്. ഗൈസ് മാങ്ങ കണ്ട ഗൈസ്, കാണിച്ചു തരാട്ടോ. കണ്ടില്ലേ ഗൈസ്, ഒരു മാങ്ങ ആർദ്രയ്ക്ക് തിന്നണം ഒരു പൊടി. ആർദ്രയ്ക്ക് മാങ്ങ തിന്നാൻ ഭയങ്കര. അപ്പൊ നമ്മളൊരു മാങ്ങ പറിക്കാണ്. എനിക്കും പറിക്കാൻ വേണം. അപ്പൊ ഗൈസ് നമ്മള് മാങ്ങ പറിക്കാണ്. അപ്പൊ ഗിജമ്മ പറിക്കട്ടോ. കിട്ടി ഗൈസ്. അപ്പൊ നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് മാങ്ങ നിന്റെ മാങ്ങ കാണിച്ചു കൊടുക്ക്. ഇതാ നിന്റെ അവളെ മാങ്ങ. അപ്പൊ നമ്മൾ ചോളത്തിന്റെ അടുത്ത് ഞാൻ ഇതാട്ടി കൈസന്റെ മാങ്ങ. ഭയങ്കര വെയിലായതുകൊണ്ട് ചോളത്തിനൊന്നും ഉഷാറില്ല. അതാണ് നല്ല ഉഷാറ്. വൈകുന്നേരം ആകുമ്പോഴാണ് ചോളം കാണാൻ ഭംഗി ഉണ്ടാക്കുക. അപ്പൊ ഗൈസ് ഇതാട്ടോ ചോളം. അപ്പൊ ഗൈസ് അടിപൊളി വീഴല്ല ഗൈസ്. ഇതൊക്കെ പന്നി നശിപ്പിച്ചതാ ഗൈസ്. ഇതിന്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. ഗൈസും നമ്മള് മാങ്ങ ഗൈസ് കഴിച്ചുകൊണ്ടിരിക്കണം. സൂര്യകാന്തി ആർദ്ര എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ കുറേ സൂര്യകാന്തി ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ഈ വട്ടം ഉണ്ടായിട്ടില്ല.
നട്ടിട്ടില്ല. ഇങ്ങോട്ടും ചോളാണ് നട്ടത്. അടിപൊളി നട്ടോ കാണാൻ. കമ്പച്ചോളം കണ്ടില്ലേ ഗൈസ്, അടിപൊളി. ഇതിപ്പോൾ വീഡിയോയിലായിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് വന്ന് ഒരു വെയിലൊക്കെ ആറുന്ന സമയമാകുമ്പോൾ വന്ന് എല്ലാവരും കാണാം. അടിപൊളിയായിരിക്കില്ലേ? അടിപൊളിയാണ്. ഇപ്പം ഞാനും അമ്മായി ആർദ്രയും ഇവിടെ മാങ്ങയും ഇതെന്നോണ്ട് പോകുന്നു. ഇവിടെ ഒന്നും നട്ടില്ല. നെല്ലുണ്ട് ഇവിടെ. ഇങ്ങോട്ടേക്ക് നെല്ല, നെല്ല്. ഞാൻ അമ്മായി ആടും പക്ഷി വളർക്കുന്നുണ്ടോ? നല്ല കാഴ്ചയല്ലേ ഗൈസ്? അങ്ങോട്ട് നോക്ക്, എന്തോ നെല്ല് നെല്ലിങ്ങനെ കതിരിട്ട് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ ഗൈസ്? എന്ത് ഭംഗിയുള്ള കാഴ്ചയാ. നല്ല രസമുണ്ട്. പിന്നെ നമ്മള് പയറില്ല, അത് നട്ടാൻ കാണാൻ പോവാണ്. നല്ല നാടൻ പയറാണ്, നല്ല രുചിയാണ് ഈ പയറുപ്പേരി വെച്ചാല്. പയറുപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. നാടൻ പയറ് എന്നൊക്കെ പറയും, അങ്ങനത്തെ പയറാണ്. നല്ല രസാ, ടേസ്റ്റാണ്. കഴിഞ്ഞു പയറ്. ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ട്, ഇതൊക്കെ എടുക്കും. കണ്ടോ കൈ, നല്ല ഭംഗി. നെല്ല് നിൽക്കുന്നത് ഇതാണ് കേട്ടോ പയറ്. വേറെ കായ് കാണുന്നുണ്ടോ? ഒരു പയറ് കുറെ ഉണ്ട്. ധാരാളം അങ്ങോട്ടേക്ക് പോയി. ഇനി നമ്മള് അമ്മാൻ്റെ വീട്ടിലാണ്. അപ്പം നിങ്ങൾക്ക് അവിടുത്തെ വളർത്തുന്ന പട്ടീനെ മനസ്സിലാം. ആടും കുട്ടികളെ കാണുന്നില്ല, അയറ്റുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് മാമൻ്റെ അടുത്തും ഫോക്സിൻ്റെ അടുത്തും പോകാം. അപ്പം നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോവാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് മാമൻ കണ്ടില്ല വെയിലിൻ്റെ ചൂടിൽ എവിടെയാണ് കിടക്കുന്നതെന്ന്. ഫോക്സി അതോ ഗൈസ്, ഫോക്സി 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 ഫോക്സി. നിങ്ങൾക്ക് ഫോക്സിനെയും മാമനെയും കാട്ടിത്തരാം. ഫോക്സി അമ്മനെ കെട്ടിപ്പിടിക്കുന്ന ഫോക്സി എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ? അമ്മാനെ വീട്ടിലേക്ക് പക്ഷി മാമൻ കിടക്കാണ്. എല്ലാ മാവിന്റെ തടലും കെട്ട് കിടക്കാണ് കേട്ടോ. നല്ല തണലത്ത് ഇവിടെ കിടക്കുക. പക്ഷി 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 പക്ഷേ ഗൈസ്, ഇത് മാമൻ്റെ കടയാണ്. മാമൻ കട അടച്ചിട്ടിട്ടാണ് അവിടെ കിടക്കുന്നത് ഗൈസ്. ആർദ്ര ഇവിടെ വന്നിരിക്കാണ്. ഇപ്പം മാമൻ്റെ കണ്ണാടി തിരിച്ച മുഴിട്ടത്. உன்னோடு உன்பொம்மை கண்ணோடு பேச உன்னோடு உன்பொம்மை கண்ணோடு பேச. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.